ഹലോ, ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ ഒരു നത്തോലി ഫ്രൈ ആക്കിയാലോ? ഇതിനായിട്ട് ഓൾറെഡി ഞാൻ നത്തോലി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നത്തോലി ഫ്രൈ ആക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അതുപോലെ തന്നെ സ്മോൾ ഓണിയൻ പേസ്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം കേട്ടോ. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാനിത് എയർ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഞാൻ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നത്തോലിക്ക് കുറച്ചൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ ഫ്രൈ ആയ നത്തോലി ഈസി ആയിട്ട് എയർ ഫ്രൈയിൽ നിന്ന് റിമൂവ് ചെയ്യാനും കൂടെ വേണ്ടിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ നത്തോലി എയർ ഫ്രൈറിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യാണ്ട് ഓരോ നത്തോലിയും തമ്മിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇത് ഈസി ആയിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കറക്റ്റ് വേവിന് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാനൊരു 160 ഡിഗ്രിയിൽ 22 മിനിറ്റ്സ് ഞാനത് എയർ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ കൂടെ. അതിനുശേഷം ഞാനൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ഓയിലൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് നത്തോലിക്കൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പതിയൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നത്തോലി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 22 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓൾറെഡി നത്തോലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി.